ശക്തമായ മഴയിൽ ചാഴൂർ കമാൻഡ് മുഖം താൽക്കാലിക തടയണ തകർന്നു. കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതാണ് പുഴയോട് ചേർന്ന് നിർമ്മിച്ച താൽക്കാലിക തടയണ തകരാൻ കാരണം. 5 പഞ്ചായത്തുകളിലെ 500-ലേറെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. നടപടി TCV വാർത്തയെ തുടർന്നു. പുലരി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞുകൂടി കിടക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. തൃശൂർ കുന്നുകുളം റൂട്ടിൽ മുതുവറയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. കുരുക്കുമുറുക്കിയ നിയന്ത്രണങ്ങൾ പാലിക്കാതെ ബസ്സുകൾ. യാത്രാ ദുരിതത്തിൽ സഞ്ചാരികൾ. പെട്രോൾ പമ്പിലെ ശുചിമുറികളെ സംബന്ധിച്ച് നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നും ഹൈക്കോടതി. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ശക്തമായ മഴയിൽ ചാഴൂർ കമാൻഡ് മുഖം താൽക്കാലിക തടയണ തകർന്നു. 5 പഞ്ചായത്തുകളിലെ 500-ലേറെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. ശക്തമായ മഴയിൽ കരുവന്നൂർ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് പുഴയോട് ചേർന്ന് നിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നത്. തെങ്ങ്, മുളങ്കുറ്റികളും പലകകളും സ്ഥാപിച്ച് മണ്ണിട്ട് നിരത്തി കഴിഞ്ഞ വർഷം പുനർനിർമ്മിച്ച തടയണയാണ് കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തകർന്നത്. ഇതോടെ ഇവിടെ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തുന്ന സമീപത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായി. താഴ്ന്ന പ്രദേശത്തുള്ള ആളുകൾ വളരെ ഭീതിയിലാണ്. ഇപ്പോൾ ഈ പുഴയുടെ ലെവലിൽ വെള്ളം ഇവിടെ വരികയെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറേണ്ടി വരും. ഇതിന്റെ സമീപ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തിലെ ആളുകൾക്കും ഇതേ ദുരന്ത അനുഭവം തന്നെയാണ്. ഇത് ഒഴിവാക്കാനായിട്ട് നിരന്തരമായിട്ട് നിവേദനങ്ങളും പരാതികളും പ്രശ്നങ്ങളുമായിട്ട് നിന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ താൽക്കാലിക സ്ഥിര സംവിധാനം തള്ളിപ്പോയപ്പോഴാണ് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയത്. ചാഴൂർ പഞ്ചായത്തിന് പുറമെ ചേർപ്പ്, പാറളം, അന്തിക്കാട്, അരിമ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലെ 500-ലധികം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നത്. മുൻപേ കൂട്ടി ഇതിന്റെ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ചാക്കിട്ട് കുറച്ച് മണ്ണിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കടക്കാണ്ടിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് AEനെയും ബന്ധപ്പെട്ടവർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ അപ്ഡേഷനായിട്ട് കളക്ടർക്കും തഹസിൽദാർക്കും നമ്മൾ ഈ വിവരങ്ങളൊക്കെ എല്ലായ്പ്പോഴും കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഈ സംഭവത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തടയണ തകരാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ആവശ്യമായ ഉയരവും ഉറപ്പുമില്ലാതെ നിർമ്മിച്ച തടയണയെ സംബന്ധിച്ച് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പ്രദേശവാസികൾ ആശങ്ക ഉന്നയിച്ചതാണ്. എന്നാൽ ഇതൊന്നും ഇറിഗേഷൻ അധികൃതർ ചെവിക്കൊണ്ടില്ലെന്നും 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തടയണയിൽ അഴിമതിയുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. 14 ലക്ഷം രൂപയാണ് ആദ്യം വകയിരുത്തിയത്. ഈ 14 ലക്ഷം രൂപ ഇതിന് വരില്ല. ഇത് ആകെ 2-3 ലക്ഷം രൂപ കൊണ്ട് ഇത് അവസാനിപ്പിക്കാവുന്ന പണിയുള്ളൂ എന്ന് അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരത് കുറച്ചൊരു 4 ലക്ഷം കുറച്ചിട്ട് 10 ലക്ഷമാക്കി. 10 ലക്ഷം രൂപ വരെ പണി നടക്കുമ്പോഴും ഞങ്ങളിവിടെ വന്ന് നോക്കിയിരുന്നു. ഇവിടുത്തെ എത്ര മുളയിട്ടുണ്ട്, എത്ര ലോഡ് മണ്ണടിച്ചിട്ടുണ്ട്, എത്ര പനമ്പിട്ടുണ്ട്, കയറിൻ്റെയും മണ്ണ് വന്നതിൻ്റെ വരെ കണക്ക് ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ കൂടി വന്ന ഒരു 3 ലക്ഷം രൂപ ഇതിന് ചിലവരുള്ളൂ. ഇതിന് നടന്നിട്ടുള്ള അഴിമതിയെ കുറിച്ചാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതിന് കൂട്ടുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി എടുക്കും വേണം. ഈ കരാറുകാരനെ കരിമ്പട്ടികയിൽ പെടുത്തിയിട്ട് ഇനി ഇറിഗേഷൻ്റെ പണികൾ കൊടുക്കാനും പാടില്ല. കേവലം 3 ലക്ഷത്തോളം രൂപ മാത്രം ചെലവഴിച്ച് ഇതേ തടയണയുടെ സമീപത്ത് നാട്ടുകാർ ചേർന്ന് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസികളുടെ ആരോപണം. ഈ സാധനം തള്ളിപ്പോയപ്പോൾ ഇത് പുനഃക്രമീകരിക്കാൻ വേണ്ടി ഈ നാട്ടുകാർ 3 ലക്ഷത്തിൽ താഴെ രൂപ സ്വരൂപിച്ചിട്ട് നാട്ടുകാർ പണിത പാലാണ് ഈ നിൽക്കുന്നത്. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇറിഗേഷന്റെ ഗുരുതരമായ അനാസ്ഥയാണ് ഇതിൽ കാണിക്കുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. താൽക്കാലിക തടയണയ്ക്ക് പകരം സ്ഥിരം സംവിധാനം വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ്. ഇതിന് 46 ലക്ഷത്തോളം രൂപ അനുവദിച്ചതായും നടപടികൾ പൂർത്തീകരിച്ച് അടുത്ത കാലവർഷത്തിന് മുൻപായി സ്ഥിരം സംവിധാനം ഒരുക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം MLA CC മുകുന്ദൻ പറഞ്ഞു. ശാശ്വത പരിഹാരം കണ്ടെത്താൻ FRB ഷട്ടർ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് 46 ലക്ഷം രൂപയുടെ. അത് പണിയുന്നതിന് മുമ്പ് വീണ്ടും ഇത് കെട്ടണം. കളക്ടറോട് പറഞ്ഞു ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നമ്മൾ തീരുമാനം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയ വിഷയം എന്ന നിലയിൽ ഈ 3 പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെ വിളിച്ചു ഇവിടെയൊക്കെയാണ് വെള്ളം നിൽക്കണമെങ്കിൽ വിളിച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തടയണ തകർന്നതോടെ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് അധികൃതർ അറിയിച്ചു. അപ്പോഴും ഓരോ മഴക്കാലത്തും ഭീതിയോടുകൂടി കഴിയേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. പല പഞ്ചായത്തുകളെയും വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുന്ന കരുവന്നൂർ പുഴ ചേരുന്ന ഈ കമാൻഡ് മുഖത്ത് സ്ഥിരം തടയണ എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇപ്പോഴും താൽക്കാലിക തടയണ കെട്ടി മാത്രമാണ് പലപ്പോഴും വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നത്. ഇനിയെങ്കിലും ശാശ്വതമായ പരിഹാരത്തിനാണ് ജനങ്ങളും പ്രദേശവാസികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. കമാൻഡ് മുഖത്ത് നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ K. മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.
കാനയുടെ തകർച്ചയും അശാസ്ത്രീയ നിർമ്മാണവും കാരണം വെള്ളക്കെട്ടിൽ വലഞ്ഞ 12ഓളം കുടുംബങ്ങൾ. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡ് തിരുമംഗലം ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്നവരാണ് വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായത്. കാന നിർമ്മാണത്തിലെ അപാകത മൂലം മഴക്കാലമായാൽ പ്രദേശത്തെ 1/2 കിലോമീറ്ററോളം ദൂരത്തെ മാലിന്യങ്ങളും വെള്ളവും ചെന്നെത്തുന്നത് ഇവർ താമസിക്കുന്ന വീടുകളുടെ സമീപത്തുള്ള കുളത്തിലേക്കാണ്. ഇതോടെ വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുകയും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ബുദ്ധിമുട്ടാവുകയും വീടുകളുടെ ബലക്ഷയത്തിന് കാരണമാകുന്നതായും ഇവർ പറയുന്നു. അധികം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഏരിയ മുട്ടിന്റെ മേലെ വെള്ളം നിറഞ്ഞ ഏകദേശം ഈ സറൗണ്ടിങ് 1 കിലോമീറ്ററിനകത്തുള്ള വെള്ളം അകത്തുനിന്നല്ല ചിലപ്പോൾ പുറത്തുനിന്നുള്ള മൊത്തം ഏരിയക്ക് കാനയുടെ ഒരു പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഇല്ലാത്ത കാരണം ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് വരിക. തിരിച്ച് പോകണതാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ്. മഴക്കാലം തീർന്നാൽ കുറേ നാളത്തോളം ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല വെള്ളം കൂടി വന്നിട്ട് ടോയ്ലറ്റ് കക്കൂസ് റിങ്ങിൻ്റെ ഒക്കെ മേലേക്ക് നിൽക്കും. അപ്പോൾ വെള്ളം ഓട്ടോമാറ്റിക്കലി വെള്ളം വേസ്റ്റ് കക്കൂസ് മാലിന്യം വരെ ഏരിയ മൊത്തം നടക്കും. ഇപ്പോൾ ഈ അടുത്ത് ഉള്ള എല്ലാവർക്കും സ്കൂൾ കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും പുറത്ത് പോകാനും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രശ്നം. കുളത്തിലെത്തുന്ന മാലിന്യങ്ങൾ വീടുകൾക്ക് ചുറ്റും നിറയുന്നത് പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന ഭീതിയിലാണ് ഇവിടത്തുകാർ. നടവഴിയായി ഉപയോഗിക്കുന്ന കാനയുടെ മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും തകർന്ന് കാനയിൽ വീണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ഇതോടെ സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വെള്ളക്കെട്ടിലൂടെ സഞ്ചരിച്ച് വേണം റോഡിലേക്ക് എത്തണമെങ്കിൽ. നിലവിലുള്ള കാനയുടെ നീളം കൂട്ടി സമീപത്തെ ഒറ്റഞ്ഞാവൽ പോളക്കൻ റോഡിലെ കാനയിലേക്കോ നീലാരി തോടുമായി ബന്ധിപ്പിക്കുകയോ ചെയ്താൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാനപണി ആ ഒരു പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാരണം, അതായത് മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല കറക്റ്റായിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു മെയിൻ്റനൻസിൻ്റെ കാര്യത്തിന് കൊടുത്തപ്പോൾ 6 ലക്ഷം രൂപ നമുക്ക് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെയിട്ട് അത് വർക്ക് നടന്നിട്ടില്ല. ഇത്രയും വെള്ളമായിട്ട് പിന്നെ ഇപ്പം എന്തെങ്കിലും ഒന്നും ചെയ്യാനും പറ്റൂല. ഇത്രയും മഴ പെയ്ത് കണ്ടില്ലേ, ഇപ്പം തുടങ്ങിയിട്ടുള്ള മഴ തുടങ്ങുമ്പോഴത്തേന് ഇത്രയും വെള്ളക്കെട്ടായി. ശരിക്കും ഒരു മഴ വന്നു കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. ആകമുള്ള മഞ്ഞൊക്കെ മാന്തി പൊളിഞ്ഞ് കിടക്കാണ് അവിടെ ഇവിടെ ഒക്കെ. കാനയുടെ പുനർനിർമ്മാണത്തിനായി പണം വകയിരുത്തിയിട്ടുള്ളതായി വാർഡ് മെമ്പർ പറയുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവണം. 6 ലക്ഷം ഇവിടെ പാസ്സാക്കി വെച്ചെന്ന് പറഞ്ഞു. ടെൻഡർ എടുക്കാൻ ആളെ കിട്ടിയില്ല, റീടെൻഡർ വെച്ചു. എന്നിട്ട് എന്തായെന്നുള്ള അറിയില്ല. മഴ സീസണിൽ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. എത്രയും വേഗം കാനയുടെ പുനർനിർമ്മാണം നടത്തി തങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃപ്രയാർ. ചേർപ്പ് മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ CC മുകുന്ദൻ MLA സന്ദർശിച്ചു. മുത്തുളിയാൽ, തോപ്പ്, പൊട്ടിച്ചിറ, പണ്ടാരച്ചിറ മേഖലകളിലായി 150ഓളം കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. പടിഞ്ഞാറ്റുമുറി ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ, ഗവൺമെന്റ് ചേർപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കിയതായും ക്യാമ്പിന്റെ നടത്തിപ്പ് വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്നതായും ക്യാമ്പ് സന്ദർശിച്ച ശേഷം MLA പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയത്ത്, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി മുംതാസ് അക്ബർ അലി, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ക്യാമ്പ് സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. പടിയൂർ പൂമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. പാലം നിർമ്മാണത്തിനായി കെട്ടിയ താൽക്കാലിക ബണ്ട് മൂലം പഞ്ചായത്തിലെ 100ഓളം വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായതിനെ തുടർന്ന് പ്രദേശവാസികൾ ദിവസങ്ങളായി പഞ്ചായത്തിൽ സമരം ചെയ്തിരുന്നു. ജില്ലാ കളക്ടറും മന്ത്രി ആർ ബിന്ദുവും പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ യോഗങ്ങളെ തുടർന്ന് ബണ്ടിനടിയിലൂടെ കൂടുതൽ പൈപ്പുകളിട്ട് വെള്ളം കൂടുതൽ ഒഴുകിപ്പോകുന്നതിനായുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച രാവിലെ വെള്ളം ഒഴുക്കിവിടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പൈപ്പും യന്ത്രസാമഗ്രികളും എത്തിയില്ല. ബണ്ടിന് സമീപം തടിച്ചുകൂടിയ പ്രദേശവാസികൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ JCB ഉപയോഗിച്ച് ബണ്ടിന്റെ 3 ഇടങ്ങളിലായി പൊളിച്ച് വെള്ളം കൂടുതൽ ഒഴുക്കിവിട്ടു. ഇവിടെ കൂടുതൽ പൈപ്പുകൾ സ്ഥാപിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.
കോൾപടവുകളിലെ സ്ലൂയിസുകൾ തുറന്നിടാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൽ പ്രതിഷേധിച്ച് കൃഷിഭവൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജോഷി ആലപ്പാട്ട്, വൈസ് പ്രസിഡന്റുമാരായ അശോക് കോമത്തുകാട്ടിൽ, PK പരമേശ്വരൻ, ചാഴൂർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ പടവ്, ആലപ്പാട്ട് പടവ്, പുള്ളുപടവ് എന്നീ പാടശേഖരങ്ങളിൽ സ്ലൂയിസുകളെല്ലാം അടച്ചിട്ട് മത്സ്യകൃഷി ചെയ്യുന്നതിനാൽ പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് നിലനിൽക്കുന്നതായി TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന എങ്ങണ്ടിയുടെ കായിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് MI മിഷൻ ആശുപത്രിയിലെ പടിഞ്ഞാറ് ഭാഗത്തെ കൾവെട്ട് അടച്ചുപൂട്ടിയതോടെ കൈത്തോടുകൾ നിറഞ്ഞതാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കാൻ കാരണം. ഏത്തായി സെന്ററിന് സമീപമുള്ള പാറപ്പറമ്പിൽ ഹരീഷ്, മഹേഷ്, മനോജ് എന്നിവരുടെ വീടിന്റെ പരിസരത്താണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. ഒരാഴ്ചത്തോളമായി വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം അസഹ്യമായ ദുർഗന്ധമാണ്. പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. സമീപത്തുള്ള LP സ്കൂൾ പരിസരവും വെള്ളക്കെട്ടിലാണ്. തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും നീക്കാൻ ഇറിഗേഷൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ട് ഭീഷണിയിലായിട്ടും അധികൃതരുടെ മൗനം തുടരുന്നു. കനാൽ ബണ്ടും അപകട ഭീഷണിയിലാണ്. തെക്കേ പുല്ലഴി KLDC കനാലിന്റെ ചെറിയ പാലത്തിലാണ് മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും വലിയ തോതിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. പെരിങ്ങാവ്, കുറിഞ്ഞായിക്കൽ, അയ്യന്തോൾ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും വെട്ടിയിട്ട കുളവാഴകളും ചണ്ടിയുമാണ് പുല്ലഴി ചെറിയ പാലത്തിന്റെ തൂണുകളിൽ വന്നടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് TCV കഴിഞ്ഞ മാസം 30-ന് വാർത്ത നൽകിയിരുന്നു. ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെയോ ജില്ലാ ഭരണകൂടത്തിന്റെയോ ഭാഗത്തുനിന്ന് പ്രശ്നപരിഹാരത്തിനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനാൽ കോൾപടവിന്റെ ബണ്ട് ഏതു നിമിഷവും തകർന്ന് വലിയ നഷ്ടമുണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തൃശൂർ ഇറിഗേഷൻ ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കുളവാഴകൾ നീക്കം ചെയ്യാനുള്ള ടെൻഡർ അയച്ചിട്ടുണ്ടെങ്കിലും സൂപ്രണ്ട് എഞ്ചിനീയറുടെ അന്തിമ ഉത്തരവ് ഇനിയും ലഭിച്ചില്ലെന്ന് പറയുന്നു. അടിയന്തരമായി കുളവാഴകൾ നീക്കിയില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിനിടയാകുമെന്ന് പുല്ലഴി ഡിവിഷൻ കൌൺസിലർ K രാമനാഥൻ പറഞ്ഞു. ചെറുപാലത്തിന്റെ തൂണുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കുളവാഴകൾ നീക്കം ചെയ്യണമെന്ന് മെയ് മാസം 26-ാം തീയതി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അധികൃതരോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇന്നലെ വരെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നടപടിയൊന്നും ആയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും കിട്ടിയ മറുപടി. ഇത് എല്ലാ വർഷമുള്ള ഒരു പ്രക്രിയയായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഈ കുളവാഴകൾ ഇങ്ങനെ അടഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളം കയറി ഇവിടുത്തെ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ്. അത് തന്നെയല്ല, കോൾപടവിലെ ബണ്ടുകൾക്ക് ഇത് ഭീഷണിയാണ്. ഇപ്പോൾ തന്നെ അയ്യന്തോൾ, പൂങ്കുന്നം, ഉദയനഗർ, ചെമ്പുക്കാവ് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഈ കുളവാഴകൾ നീക്കം ചെയ്തില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് ഈ പ്രദേശത്തെ കൊണ്ടുപോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും കോർപ്പറേഷൻ പരിധിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാര്യമായ യാതൊരു മുൻകരുതലും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകാത്തതിനാൽ പതിവ് പോലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് ഭീഷണി രൂക്ഷമായി തുടരുകയാണ്. കാനകളിലും തോടുകളിലും അടിഞ്ഞുകൂടിയ മണ്ണുകൾ നീക്കം ചെയ്യാത്തതാണ് ഇത്തവണയും പ്രതിസന്ധി രൂക്ഷമാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. കാട്ടൂർ തേക്കുമുല കോതറ പാലത്തിന് സമീപം KLDC കനാലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. ചളിങ്ങാട് കൂരിക്കുഴി സ്വദേശികളായ 2 പേരാണ് കുളിക്കാനിറങ്ങിയതെന്ന് പറയുന്നു. ഇതിൽ ഒരാളെയാണ് കാണാതായത്. യുവാവിനായി തിരച്ചിൽ നടത്തുകയാണ്. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ആരെയാണ് കാണാതായത് എന്നതിനെ കുറിച്ച് വ്യക്തതയുണ്ടോ? 2 പേർ മാത്രമാണോ കുളിക്കാൻ ഇറങ്ങിയത്? മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുഹൃത്തുക്കളായ 2 പേരാണ് കുളിക്കാൻ ഇറങ്ങിയത്. ഇതിൽ ചളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് ഷാനവാസിനെയാണ് കാണാതായത്. ഇന്നലെ 4:30-യോടെയാണ് സുഹൃത്തിനൊപ്പം ഇവിടെ എത്തിയത്. കനത്ത മഴയെ തുടർന്ന് KLDC കനാലിൽ വലിയ തോതിൽ ഒഴുക്ക് ഉണ്ട്. അപ്പോൾ സമീപത്ത് ജോലി ചെയ്ത് നിന്നവർ ഇവരോട് ഇറങ്ങരുതെന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതോടനുസരിച്ച് ഇവർ 2 പേരും ഇറങ്ങുകയായിരുന്നു. ശക്തമായ ഒഴുക്കിൽ ഷാനവാസ് ഒഴുക്കിൽപ്പെട്ട് പോവുകയായിരുന്നു. ഇരിങ്ങാലക്കുട നിന്നെത്തിയ ഫയർഫോഴ്സും കാട്ടൂർ പോലീസും മണിക്കൂറോളം തെരഞ്ഞിട്ടും ഷാനവാസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് സ്കൂബ സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്.
ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന ഇപ്പോൾ രക്ഷപ്പെട്ട സുഹൃത്തിന്റെ നില ഇപ്പോൾ എങ്ങനെയാണ്? സുഹൃത്തിനെ കാട്ടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇവർ എറണാകുളത്ത് നിന്ന് 100 മീറ്ററോളം ഒഴുകിപ്പോയതായാണ് സുഹൃത്ത് ഫയർഫോഴ്സിന് നൽകിയിരിക്കുന്ന സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാകേഷ്, ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. രാത്രിയായിരിക്കുന്നു. ഇനിയും തിരച്ചിൽ ഇന്ന് പുരോഗമിക്കാൻ അല്ലെങ്കിൽ ഇന്നും തുടരാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ സ്കൂബ സംഘം സ്ഥലത്തെത്തി ഇറങ്ങാനുള്ള തയ്യാറായി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ വെളിച്ചക്കുറവും മോശം കാലാവസ്ഥയും മൂലം തിരച്ചിൽ നിർത്താനാണ് സാധ്യത. കൃത്യമായിട്ടുള്ള വിവരം ഫയർഫോഴ്സ് സംഘം നമുക്ക് നൽകിയിട്ടില്ല. ശരി രാകേഷ്, വിവരങ്ങൾ നൽകിയതിന്. കാട്ടൂർ തേക്കുമുല കോതറ പാലത്തിന് സമീപം KLDC കനാലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. ചളിങ്ങാട് സ്വദേശി ഷാനവാസിനെയാണ് കാണാതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 2 പേരാണ് കുളിക്കാനായി ഇറങ്ങിയത്. അതിൽ ഒരാൾ രക്ഷപ്പെട്ടു. മറ്റൊരാളായ ചളിങ്ങാട് സ്വദേശി ഷാനവാസിനെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പലപ്പോഴും കാലവർഷം ശക്തമാകുമ്പോൾ നീരൊഴുക്കുള്ള പ്രദേശങ്ങളിൽ ഇറങ്ങരുത് എന്ന മുന്നറിയിപ്പുള്ളപ്പോൾ പോലും ജനങ്ങൾ അശ്രദ്ധമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പിന്നീട് വളരെ ആശങ്കയ്ക്കും ഭീതിക്കൊക്കെ കാരണമാകുന്നത്. എന്തായാലും യുവാവിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ ഗതാഗത കുരുക്ക് പതിവാകുന്നു. റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ നിർത്തിവെച്ചതിനെ തുടർന്നാണ് കുരുക്ക് രൂപപ്പെടുന്നത്. കുന്നംകുളം ഭാഗത്തേക്ക് അമലാനഗർ വരെയും പുഴയ്ക്കൽ ഭാഗത്ത് അയന്തോൾ പഞ്ചിക്കൽ വരെയുമാണ് കുരുക്ക് പതിവാകുന്നത്. വാഹനങ്ങൾ നിയന്ത്രിക്കാൻ നിരവധി പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. ഇതിനിടയിലൂടെ വരിതെറ്റിച്ചെത്തുന്ന സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും കുരുക്ക് രൂക്ഷമാക്കുകയാണ്. 1 മണിക്കൂറിലധികം സമയമാണ് വാഹനങ്ങളിവിടെ കുരുങ്ങിക്കിടക്കുന്നത്. പെട്രോൾ പമ്പിലെ ശുചിമുറികളെ സംബന്ധിച്ച് നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കി. പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന സർക്കാർ വിജ്ഞാപനം തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി. രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേശീയപാതയോരത്തെ തട്ടുകടകളിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത്. 2 ദിവസത്തിനുള്ളിൽ മറ്റുള്ള തട്ടുകടകൾ വൃത്തിയാക്കിയ ശേഷം ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. എല്ലാ തട്ടുകടകളിലും ഭക്ഷണം തുറന്നുവെച്ച നിലയിലായിരുന്നു. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത തൊഴിലാളികൾക്ക് അടുത്ത ദിവസം തന്നെ ഹെൽത്ത് കാർഡ് എടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ലേബലില്ലാത്ത വറവ് പലഹാര പാക്കറ്റുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. പുറത്തുനിന്ന് തട്ടുകടകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നവരുടെ രേഖകൾ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകി. പുതുക്കാട് സെന്ററിലെ കടകളിൽ നിന്ന് വാങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുവിനെയും തേരട്ടയെയും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. 2 ആഴ്ചയിലൊരിക്കൽ രാത്രി പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ R. രാജേഷ്, പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ KG ഗീതുപ്രിയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ്, നിമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. TCV ന്യൂസ്, പുതുക്കാട്. നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിലാണ്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 2,32,000 വോട്ടർമാരാണ് വിധിയെഴുതുന്നത്. ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ദേവാലയത്തിന് മുന്നിൽ പട്ടാപ്പകൽ ബൈക്കിലെത്തിയ 2 അംഗ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ചു. ചന്തക്കുന്നിൽ അടയ്ക്ക വിൽക്കുന്നതിനായി എത്തി മടങ്ങുകയായിരുന്ന കാർളം സ്വദേശിനി നളിനിയുടെ മാലയാണ് ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ച് കടന്നുകളഞ്ഞത്. സമീപത്തെ ഷോപ്പിലെ CCTV ക്യാമറയിൽ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മതിലകം ഒന്നാങ്കല്ല് വടക്കുവശം കൈതക്കാട്ട് 53 വയസ്സുള്ള ഷോബിയാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയാണ് പടിഞ്ഞാറെ വെമ്പലൂർ അസ്മാബി കോളേജിനടുത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം നടന്നത്. ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. പച്ചക്കറി കടയിലെ തൊഴിലാളിയായിരുന്നു ഷോബി. അപകടത്തിൽ പരിക്കേറ്റ 3 പേർ ചികിത്സയിലാണ്.
ദേശീയപാത തലൂരിൽ ലക്ഷങ്ങൾ ചെലവിട്ട് ഇരുമ്പുവേലി സ്ഥാപിച്ചിട്ടും ശുചിമുറി മാലിന്യം തള്ളുന്നത് തുടരുന്നു. ദേശീയപാതയിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ഇരുമ്പുവേലിയും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചത്. എന്നാൽ ഇരുമ്പുവേലിയും നിരീക്ഷണ ക്യാമറകളും ഇല്ലാത്ത ഇടങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളൽ തുടരുന്നത്. ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലെ തോടുകളിലടക്കം ശുചിമുറി മാലിന്യം എത്തുന്നുണ്ട്. പലതവണ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും മാലിന്യം തള്ളുന്ന കാര്യത്തിൽ മാത്രം ശമനമായില്ല. നിരവധി ആളുകൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വെള്ളം മലിനമായതോടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ വഴിവെക്കുമെന്ന സാഹചര്യമാണ്. മാലിന്യം നിക്ഷേപം തടയാൻ മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജില്ലയിൽ എലിപ്പനി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ എലിപ്പനിക്കെതിരെ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി അറിയിച്ചു. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രവും വിസർജ്യങ്ങളും വഴി പകരുന്ന രോഗമാണ് എലിപ്പനി. ഇവയുടെ മൂത്രവും വിസർജ്യവും വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാവുന്നത്. വയലിൽ പണിയെടുക്കുന്നവർ, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവർ, മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്ന വ്യക്തികൾ തുടങ്ങിയവരിൽ രോഗം കൂടുതലായി കണ്ടുവരുന്നു. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും കണ്ടേക്കാം. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. സാമ്പാർ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം വീട്ടിൽ കായം. ഈ കറക്കം തുടങ്ങിയ ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പ്രാണവേദനയോടെ ഗുരുവായൂരിന്റെ തെരുവിൽ ജീവിതം തള്ളി നീക്കിയ പ്രസാദിനെ സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ഓർഫനേജ് കൌൺസിലർ മാലാരമണന്റെ നേതൃത്വത്തിൽ പ്രസാദിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൈയിലെ സ്റ്റീൽ വള കുടുങ്ങി പഴുപ്പ് കയറി വേദന കടിച്ചമർത്തി ഗുരുവായൂരിന്റെ തെരുവിൽ തീരാനോവായി മാറിയ പ്രസാദിനെക്കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് TCV പുറത്തുവിട്ടത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഓർഫനേജ് കൌൺസിലർ മാലാരമണൻ പ്രസാദിനെ തേടി ഗുരുവായൂരിലെത്തുകയായിരുന്നു. ക്ഷേത്രനഗരിയുടെ തെരുവിൽ തിരഞ്ഞ് കണ്ടുപിടിച്ച് 108 ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. വലതു കൈ തണ്ടയിലെ സ്റ്റീൽ വള മാംസത്തിൽ ആഴ്ന്നിറങ്ങിയ നിലയിലായിരുന്നു. മെഡിക്കൽ കോളേജിലെത്തിച്ച പ്രസാദിന്റെ കൈത്തണ്ടയിൽ നിന്ന് വളകളും ചരടുകളും മോതിരങ്ങളും നീക്കം ചെയ്തു. അസുഖം ഭേദമാകുന്ന മുറയ്ക്ക് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് ഓർഫനേജ് കൌൺസിലർ മാലാരമണൻ പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുഴുവൻ ക്ഷേത്രങ്ങളും വഴിപാടുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിനും പണം സ്വീകരിക്കുന്നതിനും സൌകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ്. ഇതിനായി ബജറ്റിൽ തുക വകയിരുത്തി. വടക്കുംനാഥ ക്ഷേത്രം, ചോറ്റാനിക്കര ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ക്ഷേത്രം, തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിലവിൽ ഓൺലൈൻ സൌകര്യമുള്ളതാണെന്നും ദേവസ്വം കമ്മീഷണർ അറിയിച്ചു. ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഓൺലൈനായി പൂജകൾ ബുക്ക് ചെയ്യാനും സംഭാവന സ്വീകരിക്കാനും സൌകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി കോവിഡ് ബാധിച്ചു മരിച്ചു. അമ്പലത്ത് വീട്ടിൽ പണ്ടാരത്തിൽ ഫിറോസ് ഹാഷിമാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ദേശീയപാതയിൽ പലയിടത്തും അടിപ്പാതകൾ അനുവദിച്ചിട്ടും നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനം ഒരുക്കാൻ അധികൃതർക്കാവുന്നില്ല. അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്ന ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടില്ല. ദേശീയപാത 4 പാതയാക്കി നവീകരിച്ച കാലം മുതൽ നെല്ലായി ജംഗ്ഷനിൽ പ്രദേശവാസികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. ഒട്ടേറെ അപകട മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിരന്തരം വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാത മുറിച്ചു കടക്കാൻ പ്രായം ചെന്നവരും സ്കൂൾ കുട്ടികളുമാണ് ഏറെ വിഷമിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായ നെല്ലായിയിലാണ് പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ, നെല്ലായി വില്ലേജ് ഓഫീസ്, നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഉള്ളത്. പന്തലൂരിലുള്ള പറപ്പൂക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രം,
മൃഗസംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കും നെല്ലായി ജംഗ്ഷനിലൂടെ വേണം എത്തിച്ചേരാൻ. വയലൂർ, ആലത്തൂർ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കൊടകര, ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകാനായി നെല്ലായി ബസ് സ്റ്റോപ്പിൽ എത്തണമെങ്കിലും ദേശീയപാത മുറിച്ചു കടക്കണം. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് പുതുക്കാട്, തൃശൂർ, മണ്ണുത്തി ഭാഗങ്ങളിലേക്കുള്ള ബസ്സിൽ കയറണമെങ്കിലും ഏറെ പണിപ്പെട്ട് റോഡ് മുറിച്ചു കടക്കണം. ദേശീയപാത 4 വരി പാതയാക്കിയ ശേഷം നെല്ലായി ജംഗ്ഷനിൽ നടന്നിട്ടുള്ള അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 30-ലേറെയാണെന്നാണ് അനൌദ്യോഗിക കണക്ക്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കാൽനടക്കാരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നുണ്ടെങ്കിലും ഈ ആവശ്യം അധികൃതർ ഇനിയും അംഗീകരിച്ചിട്ടില്ല. കാൽനടയാത്രക്കാർക്കായി ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അതും നടപ്പായില്ല. വാഹനങ്ങളും കാൽനടയാത്രക്കാരും ദേശീയപാത മുറിച്ചു കടക്കുന്ന ജംഗ്ഷനാണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ബ്ലിങ്കിംഗ് ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. പേരാമ്പ്ര, ആമ്പല്ലൂർ തുടങ്ങിയ ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയും മറ്റു പലയിടങ്ങളിലും അടിപ്പാതകൾ പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടും നെല്ലായിലെ ദുരിതം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട്. കുറഞ്ഞത് ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. TCV, കൊടകര. പാറമേക്കാവ് ദേവസ്വം ഭരണസമിതി സെക്രട്ടറിയായി കിഴക്കമ്പാട്ടുകര സ്വദേശി സന്തോഷ് കുമാറിനെ തിരഞ്ഞെടുത്തു. PV നന്ദകുമാർ രാജിവെച്ച സാഹചര്യത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. ഭരണസമിതി അംഗമായി കിഴക്കമ്പാട്ടുകര വേണാട്ടുമനയിൽ VN ഹരിയെയും തിരഞ്ഞെടുത്തു. പോട്ടൂർ കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പെയിന്റിംഗ് പ്രദർശനം തൃശൂർ ലളിതകലാ അക്കാദമിയിൽ തുടരുന്നു. കുട്ടികളും മുതിർന്നവരുടെയും അടക്കം നിരവധി പേരാണ് ചിത്രപ്രദർശനം കാണാൻ എത്തുന്നത്. കുട്ടിവര എന്ന പേരിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനത്തിൽ സ്കൂളിലെ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 125ഓളം കുട്ടികളുടെ 150ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. അക്രിലിക് മീഡിയത്തിലുള്ളതാണ് ഭൂരിഭാഗം ചിത്രങ്ങളും. വാട്ടർ കളർ, പേസ്റ്റൽ മീഡിയങ്ങളിലുള്ള ചിത്രങ്ങളും ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അക്രിലിക് മീഡിയത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി ചിത്രകലാധ്യാപകൻ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ആരംഭിച്ച ചിത്രം വരെയാണ് പൊതുവേദിയിൽ ചിത്രപ്രദർശനം സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തിയത്. കാടും മേടും പുഴകളും താഴ്വരകളും സൂര്യനും ചന്ദ്രനും വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും ദൈവങ്ങളും പ്രകൃതിയുമെല്ലാം കുട്ടികളുടെ ഭാവനയിൽ ചിത്രങ്ങളായി ഇതൾ വിരിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ചിത്രങ്ങളോടൊപ്പം അധ്യാപകർ വരച്ച ഏതാനും ചിത്രങ്ങളും പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ദിവസവും രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനം ശനിയാഴ്ച സമാപിക്കും. TCV, തൃശൂർ. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി വൈദ്യുതി ഭവൻ മാർച്ച് നടത്തി. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് T. ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ശൈലിഷ്, PK ബാസി, വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി CS രമേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് ജോമി തുടങ്ങിയവർ സംസാരിച്ചു. ശക്തമായ കാറ്റിൽ മറ്റത്തൂരിൽ മാവ് ഒടിഞ്ഞു വീണ് ഫാം ഷെഡ് തകർന്നു. കൈപ്പിളി അനിലിന്റെ വീടിന് പിറകിലെ ഫാം ഷെഡാണ് തകർന്നത്. ഷെഡിലുണ്ടായിരുന്ന സൈക്കിൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ നശിച്ചു. പ്രദേശത്ത് തേക്കിന്റെ കൊമ്പ് ഒടിഞ്ഞ് വൈദ്യുതി ലൈനിൽ വീണതിനെ തുടർന്ന് വൈദ്യുതി വിതരണവും ഗതാഗതവും തടസ്സപ്പെട്ടു. സ്വർണ്ണവില പ്ലാറ്റിനം നിരക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,250 രൂപ, പവന് 74,000 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,255 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ മഴയിൽ ചാഴൂർ കമാൻഡ് മുഖം താൽക്കാലിക തടയണ തകർന്നു. കരുവന്നൂപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നതാണ് പുഴയോട് ചേർന്ന് നിർമ്മിച്ച താൽക്കാലിക തടയണ തകരാൻ കാരണം. 5 പഞ്ചായത്തുകളെ 500-ലേറെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊളിച്ച് വെള്ളം ഒഴുക്കിവിട്ടു തുടങ്ങി. നടപടി TCV വാർത്തയെ തുടർന്നു. പുഴയിൽ ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞുകൂടി കിടക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. കുരുക്ക് മുറുക്കി നിയന്ത്രണങ്ങൾ പാലിക്കാതെ ബസ്സുകൾ, യാത്രാ ദുരിതത്തിൽ സഞ്ചാരികൾ. പെട്രോൾ പമ്പിലെ ശുചിമുറികളെ സംബന്ധിച്ച് നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നും ഹൈക്കോടതി. പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ 2 കടകൾ അടയ്ക്കാൻ നിർദ്ദേശം.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.